ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OnePlus 10T പറ്റിയാണ്. അപ്പം OnePlus 10T പറ്റി പറയുമ്പം ഡിസൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈനിൽ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല, പഴയ ഡിസൈനൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൽ OnePlusൻ്റെ ഒരു പെക്യുലർ ഫീച്ചർ ആയിട്ടുന്ന അലേർട്ട് സ്ലൈഡർ അവർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. OnePlus ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയായിരിക്കും. ഇതുവരെ OnePlus ഫോൺ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു വിഷയമേ അല്ല. പിന്നെ OnePlus ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OnePlusൻ്റെ ലോഗോ എടുത്ത് കളഞ്ഞിട്ട് ഒപ്പോടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഒരുമിച്ച് സ്മാർട്ട് ഫോൺ ഇറക്കാവുന്നതാണ്. ഇപ്പോൾ അവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഈ ഒരു ഡിവൈസിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ ഓഡിയോ ജാക്ക് ഇല്ല, അത് സ്വാഭാവികമാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്, പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ്, ഏകദേശം 50,000 രൂപ വില ഡിവൈസാണ്. ഇതിൽ IP റേറ്റിംഗ് ഇല്ല, IP റേറ്റിംഗ് അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരുന്ന സമയത്ത് 6.7 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് 120 Hz ആണ്. 1000 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഗെയിമേഴ്സിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതായത് നമ്മൾ ഈ ഡിസ്പ്ലേയിൽ തൊടുന്ന സമയത്തുള്ള റെസ്പോൺസ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. HDR10+ൻ്റെ സപ്പോർട്ട് ഉണ്ട്. Gorilla Glass 5 ആണ് ഫ്രണ്ടിൽ വരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്, ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഓവറോൾ ഒരു മൾട്ടിമീഡിയ പേഴ്സണാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഡിവൈസാണ്. വെയിറ്റ് ചെയ്യുക, ഇതിൻ്റെ പ്രൈസിങ് കൂടെ നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് Snapdragon 8+ Gen 1 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 4nm ടെക്നോളജിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ചിപ്സെറ്റ് ആയിരിക്കും. UFS 3.1 ആണ് സ്റ്റോറേജ്, LPDDR5 ആണ് റാം വരുന്നത്. റാം വേരിയൻസ് 8GB, 12GB, അതേപോലെ തന്നെ ആദ്യമായിട്ട് 16GB റാം വേരിയൻസും വരുന്നുണ്ട്. പിന്നെ സ്റ്റോറേജിലേക്ക് വരുന്ന സമയത്ത് 128GB വേരിയൻ്റ് ഉണ്ട്, 256GB വേരിയൻ്റ് ഉണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും പെക്യുലറായിട്ടുള്ള ഒരു ഫീച്ചർ കൂടിയാണ് ബാറ്ററി. 4800 mAh ബാറ്ററി, 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. 160 വാട്ടിൻ്റെ ഒരു ബ്രിക്ക് ഒരു കൂടെ തരുന്നുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% ചാർജ് ഇതിലേക്ക്. അപ്പോൾ ഇത്രയും ഫാസ്റ്റിൽ ചാർജ് ചെയ്യുന്ന ഒരു ഡിവൈസിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ആ ഒരു ഡൗട്ട് എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി വായിച്ച സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയത് ഇവർ പറയുന്നതിൽ ബാറ്ററി ഹെൽത്ത് എഞ്ചിൻ എന്ന് പറഞ്ഞ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്, ഇതൊരു ഫീച്ചർ ഉണ്ട്. ആ ഒരു ഫീച്ചർ വെച്ചിട്ട് നമ്മുടെ ബാറ്ററിയുടെ ഹെൽത്തിനെ അവർ ബൂസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും ഏകദേശം നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് സൈക്കിൾസ്, അതായത് ചാർജിങ് സൈക്കിൾ 1600 ചാർജിങ് സൈക്കിൾസ് വരെ ഇതിന് ചെയ്യാൻ പറ്റും. അതായത് 4 വർഷം വരെ സ്മൂത്തായിട്ട് 100% തന്നെ റൺ ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. എത്രമാത്രം വർക്കാവുന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അതവർ പറയുന്നുണ്ട് ഒഫീഷ്യലായിട്ട്. അതേപോലെ തന്നെ ഇതിൽ ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്. ഒരു 90 to 100% ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്മാർട്ട് ഫോൺ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവാറുണ്ട്. അപ്പോൾ ആ ഒരു ഹീറ്റും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെമ്പറേച്ചർ സെൻസറും യൂസ് ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് 50 MP ഒരു പ്രൈമറി ക്യാമറ, IMX766 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. OIS സപ്പോർട്ടാണ്. 8 MP അൾട്രാ വൈഡ്, 2 MP മാക്രോ, 16 MP ഫ്രണ്ട് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് അട്ടർ ഫെയിലിയർ ആണ്. ഈ സെയിം ക്യാമറയാണ് നമ്മുടെ നത്തിങ് ഫോൺ 1 യൂസ് ചെയ്തിരിക്കുന്നത്, ഈ പ്രൈമറി ക്യാമറ. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് Android 12 ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസിങ് പറയാം. 8GB വേരിയൻറ്റിന് 49,999 ആണ്, 12GB വേരിയൻറ്റിന് 54,999 ആണ്, 16GBക്ക് 55,999 ആണ്. അപ്പോൾ ഓവറാൾ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡിസ്പ്ലേ സൂപ്പർ ഡിസ്പ്ലേ ആണ്, പിന്നെ പെർഫോമൻസും കിടിലമാണ്. സോ ഗെയിമേഴ്സിന് പറ്റിയൊരു സ്മാർട്ട് ഫോണാണ്. പക്ഷേ നിങ്ങൾ ഈ സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ iQOO90 എന്ന് പറയുന്ന ഡിവൈസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസണും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രം ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര മോശമാണ്, ഭയങ്കര മോശമായിട്ട് വേണം പറയാനായിട്ട്. കാരണം ഇതിന് നല്ല ക്യാമറ സ്മാർട്ട് ഫോൺസ് നമുക്ക് ഈ ഒരു പ്രൈസിങ്ങിൽ താഴെ കിട്ടും. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. ബാക്കി നിങ്ങൾ നോക്കിയിട്ടൊക്കെ എടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.